തൊമ്മി നീ എവിടുന്ന വരണേ? ഞാൻ ടൗണിൽ നിന്ന്. അപ്പൊ എന്റെ പൊന്നു കൊണ്ടുപോയതാരാ? അപ്പന്റെ പൊന്നല്ലേ അപ്പ ഞാൻ. അയ്യോ ആൾമാറാട്ടം, മുഖം മൂടി കള്ളൻ, എന്റെ പൊന്നു മുഴുവൻ പോയേ. എടാ ഓടിവായോ, എടാ പീറ്ററെ ഓടിവായോ. അപ്പ എന്താ അപ്പ? കാര്യങ്ങളൊക്കെ ഭംഗിയായി, സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക, രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കില്ലേ? ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കുക, ഒരിക്കലും മടങ്ങി വരില്ല. എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തൊമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നേൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തൊമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവ്വം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ടേ ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പൻ അറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി. കൊച്ചു ബേബി, നീ പൊറുക്കണം. പൊറുക്കാൻ കഴിയാത്തതാ ഞാൻ ചെയ്തതൊക്കെ, നിന്നോടും അപ്പനോടും. മറക്കാനും പൊറുക്കാനും കഴിയുന്നല്ല ഒന്നും. എന്നാലും ജീവിതം ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത, എല്ലായിടത്തും തോറ്റു തളർന്നു പോയ ഒരു കിഴവന്റെ അത്യാഗ്രഹമാണ്. ചോദിച്ചോട്ടെ? ഇനിയുള്ള കാലം അവർക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്നും ഞാനൊരു പെണ്ണുമൊക്കെ കെട്ടി അപ്പൻ എൻ്റെ പിള്ളേരെ കളിപ്പിക്കണമെന്നും. എന്റെ മീനുവേ, അത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങ് അയ്യോ ഭാവം തോന്നിപ്പോയി. അതിയാനോ? തന്തയെ കയറി ഔസേപ്പേട്ടെന്ന് വിളിക്കുന്ന പരിപാടിയൊക്കെ അതങ്ങ് ബോംബെയില്, ഇത് മലബാറാ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണ ചെറുക്ക. ബഹുമാനിച്ചല്ലേ അതിയാന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ദാറ്റ് മാൻ. ഓ ആദ്മി. പാവം സാറാമ്മ, അവളെന്നാ പറഞ്ഞു? സാറാമ്മച്ചി എന്നതാണോ, എനിക്ക് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അവരാണല്ലോ എല്ലാത്തിനും മൂലകാരണം. ഓ, മൂലവും കാരണവും. കേടാ, വയസ്സുകാലത്ത് മാതാപിതാക്കന്മാരെ നോക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ? അണ്ടർവേൾഡുകാർ ഇതൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ സദാചാരം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലേ? ആ, അതൊക്കെ പോട്ടെ. എന്താ നിന്റെ അടുത്ത പരിപാടി? ഈ പന ഞാൻ എന്ത് ചെയ്യും? അതല്ലേ മീനാമച്ചി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതെ കുട്ടാ, ഒന്നും ചെയ്യില്ല. ലെറ്റ് ഹിം ലിവ്. ജീവിച്ചു പോട്ടെ നീ. പക്ഷെ മുതല് പോയി ഇപ്പൻ വെറുതെ ഇരിക്കോ? അവന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ പീറ്റർ, ഭീകരനവൻ. ഒരുപാട് ഭീകരന്മാരെ കണ്ടും കൊണ്ടും പദം വന്നവനായി കൊച്ചു ബേബി. പ്രതികാരം 2 വിധത്തിൽ ചെയ്യാം. ഈപ്പനെയും മക്കളെയും കൊന്ന് ജയിലിൽ പോവാം, അതൊരു വഴി. രണ്ടാമത്തത് ഐ പ്രിഫർ ദാറ്റ്. എന്താ അത്? വല്യപ്പച്ചനും ഇടിപ്പാപ്പനും പണ്ട് ജയിലിൽ കിടന്നപ്പോ ഈപ്പൻ എന്തായിരുന്നു പണി? ഈയം പൂശാനുണ്ടോ? കിണ്ടി വിളക്കാനുണ്ടോ? ഈയം പൂശാനുണ്ടോ?
അതെ, ഇന്ത്യയുടെ മുന്തയുടെ ഓട്ടയടിച്ച് ഈമ്പൂശിയും നടന്നവന് ചെറുതാണെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്താൻ കാശ് കൊടുത്തത് വല്യപ്പച്ചനാ. ഈപ്പനവന്റെ തലവഴി കാണിച്ചു, കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. ഇനി അതേ ഈപ്പൻ ഈ അമ്പൂശാരുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണാം. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേരെ തന്തയ്ക്ക് പിറന്നവനാ. ഈപ്പൻ തെണ്ടണം, എനിക്കും അതൊന്ന് കാണണം. തെണ്ടിച്ചു തരാം മീനു. അതിന് പക്ഷെ തായ്വേരിറക്കണം. തായ്തടി അറിയാതെ തായ്വേരിറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്ത്? അതൊക്കെ പറയാം. തൽക്കാലം ഞാൻ ആ തിയേറ്റർ എടുത്ത് നടത്താൻ പോവാ. മേരി മാതാ ടാക്കീസ്. ഹലോ, രാവിലെ തന്നെ ബാലഗോപാലിനെ എണ്ണ ഏൽപ്പിക്കുകയാണോ? എന്നാലും എന്റെ രാഘവമാഷേ, വിളക്കും കത്തിച്ചു വെച്ചുള്ള ഈ കൃഷിപ്പണി കുറച്ച് കടോരമാണേ. പെൺകുട്ടികൾ 3 ബേബിച്ച. ബേബിച്ചായോ? എന്നതാ? തിയേറ്റർ അടിപൊളി. ബേബിച്ചായം വന്നേ പിന്നെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് പടം കാണാം. അത് പിന്നെ ഞാൻ എന്നാ സ്ട്രിക്റ്റ് ആന്നാ വിചാരം. കൊച്ചിന്റെ പേരെന്നാ? സേതുലക്ഷ്മി. സേതുലക്ഷ്മിക്ക് ആര്യപടവാ കൂടുതൽ ഇഷ്ടം? കുഞ്ചാക്കോ ബോബന്റെ പടവാ ഇഷ്ടം. കുഞ്ചാക്കോവന്റെ ആണോ? എന്നാ ഇനി കുഞ്ചാക്കോവന്റെ പടത്തിന്റെ അയ്യര് കളിയായിരിക്കും. പക്ഷേ ഞാൻ പോട്ടെ, പടം കാണാൻ വരണേ. വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് കേട്ടോ. എന്തോന്നാണ് ഒരു ഇളക്കം? അറക്കളം പീലിയുടെ കൊച്ചുമോനാ സാധനം. വലിയ ബലം കൊടുക്കണ്ട. ഇങ്ങോട്ട് പാടി. എന്നതാ? എളിയേ, ഇവനവിടെ സർക്കസിലെങ്ങാണ്ടായിരുന്നു പണി കേട്ടോ. നിങ്ങൾ ഇങ്ങ് വന്നേ മനുഷ്യ, വാ ഇങ്ങോട്ട്. അതെ, കൊച്ചു ബേബിക്ക് കെട്ടുപ്രായം കഴിഞ്ഞു, ഇനി വൈകിക്കരുത്. പിന്നെ അന്മാരുടെ ബോയ്സ് രാത്രിയിൽ ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഹൈ, ദേ, നമ്മുടെ കടമ മറക്കരുത്. ഉടനെ ഒരു ആലോചന തുടങ്ങി വെക്കണം. ബാ. ഇതാരും മീനു, കാലത്തെ എന്താ ഈ വഴിക്ക്? ഇത്തിരി സംസാരിക്കാനുണ്ട്. കാലത്തെനിക്ക് സമയമില്ല, വൈകിട്ടാട്ടെ. ഓ, വൈകിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വിടുകയല്ല, വൈകും. ആര് വിടുകയല്ലെന്ന്? ഫിലിം ചേംബറുകാര്. ഫിലിം ചേംബറോ? നിനക്ക് എന്നാ ഫിലിം ചേംബറിൽ കാര്യം? ഞാനല്ലയോ മേരി മാതായുടെ ഓണർ. നീ പോടാ ചെറുക്ക. എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. നീ ചേംബറിൽ പോയിട്ട് വാ. ചുമ്മാ സസ്പെൻസ് ഇടല്ലേ മീനുക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ കണ്ടു. പേര് നാളും പറഞ്ഞ് നിന്റെ പേരിൽ ഒരു രാശി വെപ്പിച്ച് നോക്കി. എങ്കി വണ്ടി വിട് മീനുക്കുട്ടി. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും പണ്ടേ വിശ്വാസമില്ല, വെറും ഗുണ്ട്. സത്യം, അയാള് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ജ്യോതിഷത്തിലുണ്ടായത് വിശ്വാസം അങ്ങ് പോയി. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന്. പുളു. അതേനെ, കയ്യിലുണ്ടായിരുന്ന കാശ് പോയത് മിച്ചം. അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഇതിനേക്കാൾ വലിയ പുളു, പുപ്പുളു. അതെന്താ? പെണ്ണ് അതിസുന്ദരിയായിരിക്കും. മേലിപ്രിങ്ങാതി തേച്ച് തുളസിക്കതിൽ ചൂടിയ ഗ്രാമീണ സുന്ദരിയല്ല, യമണ്ടൻ ചരക്ക്, ഉരുപ്പടി, പീസ്. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. അത് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. ഓ, അങ്ങോട്ടെന്റെ പട്ടി പോവും. പട്ടി ചെല്ലും, കാരണം പട്ടിക്ക് നിന്നേക്കാൾ വിവരമുണ്ട്. രാഘവ മാഷ്ക്ക് എന്നാ പറ്റിയേ? പറ്റിയത് മാഷക്കല്ല, മൂത്ത മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈപ്പച്ചന് ആധാരം തിരിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണിന്റെ കല്യാണം മുടങ്ങി. എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ. എങ്ങനെയുണ്ട് പക്ഷേ? അപകടഘട്ടം കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിലേക്ക് ദയ. നിങ്ങൾ എന്തിനാ വീടും പറമ്പും പണയം വെക്കാൻ പോയത്? അത് ഈപ്പന്റെ അടുത്ത്. ഇവനെ എഞ്ചിനീയറിംഗിന് വിടാൻ കുറച്ച് കാശ് വേണ്ടിയിരുന്നു. 4 ലക്ഷം. 3 പെൺമക്കളെ കെട്ടിച്ചു വിടാറുള്ള തന്ത സ്വാശ്രയ കോളേജിൽ കൈക്കൂലി കൊടുക്കാൻ വീടും പറമ്പും പണയം വെക്കുന്നു. പിന്നെ അത് വിട്ടാൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കട കൊടുക്കും.
കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് ഈപ്പൻ എന്താ ആധാരം തിരിച്ചു തരാത്തെ? ഒക്കെ തരാന്ന് പറഞ്ഞതാ, തന്നില്ല. ഈപ്പൻ എവിടെ ഉണ്ട്? ടൗണിൽ കാണും. ഇന്നവിടെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങാ. ആക്ഷൻ കാറ്റ് ആക്ഷൻ. ഹായ്. അല്ലയോ തോഴിമാരെ, പറഞ്ഞാലും ദേവസുന്ദരി, സ്വർഗലോകത്തെ ഇന്ദ്രസദസ്സിൽ പോലും കാണാൻ കഴിയാത്തതാണ് ഈ മനോഹര സ്വർണ്ണാഭരണ ശേഖരങ്ങൾ. ഇത് ഏത് രാജ്യം തോഴി? ഇതാണ് ദേവി, മലയിൽ ജ്വല്ലേഴ്സ്. മലയിൽ ജ്വല്ലേഴ്സോ? അതെന്താണ്? മുതലാളി വാ. 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മലയിൽ ജുവലേഴ്സ്, പ്രൊപ്പറേറ്റർ ഈപ്പൻ മലയിൽ. ഓക്കേ ഗുഡ്. പ്ലീസ് കാലിത്ര പൊക്കിയാ മതിയാ സാറേ. സാറേ ഇങ്ങോട്ട് വന്നേ. നല്ല കൊള്ളാവുന്ന ചരക്കുകളൊന്നും കിട്ടിയില്ലേ തനിക്ക്? ഒന്നിനൊരു മൃഷിയില്ലല്ലോ. ഇനി അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ട് വാ, ശരിയാക്കി തരാം ഞാൻ. മുതലാളി പ്ലീസ്. ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും എന്താ കലക്കൊന്ന് പറഞ്ഞതാ. രാഘവമാഷ്ട ആധാര പിള്ളേരെ അറിയുന്നതിന് മുമ്പ് ബേബിച്ചും കൊണ്ടുപോയിക്കോ. അവന്മാരായിരുന്നു എനിക്ക് കോപ്പ. തന്തയുടെ പ്രായം ഇയാളെ എങ്ങനെയാ കൈവയ്ക്കുക? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളുടെ ജീവിതം തെളിച്ചിട്ട് ഡൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുക. കുറച്ച് മുല്ലപ്പൂമാലോടെ വാങ്ങി തലേ വെക്കടോ. പതുക്കെ പറ, ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് കേൾക്കും. എനിക്ക് മുതലും വേണ്ട, പലിശ വേണ്ട, പോയിക്കോ. അപ്പൊ ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് കേട്ടാ തനിക്ക് നാണക്കേടല്ലേ? നാണക്കേടല്ലേടാ? നാണക്കേടല്ലേ? സൈലൻസ് സൈലൻസ് സൈലൻസ്. ഷൂട്ടിങ്ങിനോട് പെമ്പിള്ളേര് കേൾക്കും. അടുത്ത ചാൻസ് അങ്ങനെ ഒന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും. ഈശോയേ, ചുവന്ന ചോര. വേദന കടിച്ചു പിടിക്കായിരുന്നു ഞാൻ, നിന്നെയൊക്കെ നാണം കെടുത്താതിരിക്കാൻ. ചെകുത്താനാണവൻ, പീലിയുടെ കൊച്ചുമോൻ. കൊന്നു കളയടാ അവനെ. മാഷക്ക് ധൃതിയുണ്ടോ? ധൃതിയില്ല. എന്നാ ഒരു 5 മിനിറ്റ് ഞാനിതൊന്നങ്ങ് തീർത്തേച്ച് വന്നേക്കാം.
പോടാ. എടാ നിന്നോട് പോകാനല്ലടാ പോത്തെ പറഞ്ഞത്. പോകാൻ പറഞ്ഞ പോകാത്തത് എന്താടാ? മിസ് ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടന്തിരുത്തിയിൽ വീട് ഇരുട്ടി. നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഫ്രോം കെ തങ്കമണി. ഓ തങ്കമണി, അത് പറ. എന്താ തങ്കമണി വിശേഷം? ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടാന്തിരുത്തിയോട് നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട ഏലിക്കുട്ടിക്ക് തങ്കമണി എഴുതുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ദിവസമാണ്. കാര്യം 10-200 മുട്ട പൊട്ടിയെങ്കിലും അതോടെ എൻ്റെ ജീവിതം ഒരു കരയ്ക്ക് എത്തിയതുപോലെ ഒരു തോന്നൽ. ഞാൻ ഇന്നൊരാളെ കണ്ടുമുട്ടി. ബേബി. തസ്കര വീരനായ അറക്കളം പേലിയുടെ കൊച്ചുമോൻ അറക്കളം ബേബി. ഇവന്റെയും മുഖലക്ഷണം ഒരു തസ്കറിന് ചേർന്നത് തന്നെ. റൊമാൻറ്റിക്കായി പറഞ്ഞാൽ ഹൃദയചോരൻ. ഈ പടക്കെടുക്കട്ടെ. ബേബിച്ചായോ കെ തങ്കമണി. ഓ സോറി, കെ തങ്കപ്പൻ. ഇതേതാ ഈ കെ തങ്കപ്പൻ? ആരെങ്കിലും ആട്ടെ, നീ പോയ ഡോക്ടർ ഒന്ന് വിളിച്ച, അല്ലെങ്കിൽ ഇപ്പൊ ചാവും. ഫ്രം കെ തങ്കമണി. തങ്കമണിക്ക് പ്രേമം. നീ ചത്തില്ലേ? ആരോട് പ്രേമം? ടു തസ്കര വീരൻ. കത്തുപൊട്ടിക്കാതെ നിനക്കതെങ്ങനെ മനസ്സിലായി? ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. പശ അറിയാതെ വായിക്കും. പറഞ്ഞല്ല പതിരില്ല. പൊട്ടിക്കാം. പോക്കറ്റ് കാണിക്കരുത്. അന്യന്റെ കത്ത് വായിക്കുന്ന ക്രിമിനൽ ഒഫൻസാ. അപ്പൊ ഇതോ? ഞാൻ അന്യനല്ലല്ലോ. സത്യം, ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ചെറുപ്പത്തിൽ ആക്സിഡന്റിൽ ഇവിടെ തലക്കും തോടി പറ്റിയതാ. സംഗതി മെന്റൽ ഫാദർ. ഓ, അവിടെ അപ്പനും വട്ടായിരുന്നു. അവിടെ അപ്പനല്ല, നിന്റെ അപ്പൻ. എടാ പുളുന്താമാരെ, എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്ന് പറയാൻ പോവാ. തന്നെ ബോംബെയിൽ എത്ര സുന്ദരിമാരാണെന്ന് അറിയോ എന്റെ പിന്നാലെ മോഹിച്ച് നടന്നിട്ടുള്ളത്? തന്നെ ഇന്നല്ലാതെ. ഇനി നിന്റെ വീടാ. അല്ല, നിന്റെയും കൂടെ വീട്. അങ്ങനെയല്ല, നിന്റെ വീട്. നീ വാടി സാറാമേ. അവൻ എന്നെ പോലെ ഒരു ശുദ്ധനാ. അവന് നിന്നോടൊരു പിണക്കവും ഇല്ല. നീ വാ, നീ വാടി. എന്റെ സാറാമേ, നീ നോക്കി നിൽക്കാതെ കുരിശ് വരച്ച് പിള്ളേരെ അകത്തോട്ട് കയറ്റടി. നീ കൊണ്ടുപോവാൻ മച്ചേ. ഈശോ വിശേഷം സ്തുതിയായിരിക്കട്ടെ. മോളെ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം കുരിശ് വരച്ചെന്നേ ഉള്ളൂ. മോളുടെ വിശ്വാസം ഒന്നും കളഞ്ഞു വിളിക്കണ്ട. അമ്പലത്തിൽ പോക്കും മുടക്കണ്ട. കൊച്ചിനെ വിളിക്കടി. അയ്യോ, എന്താ മോളേത്?
മുക്കാലി വെച്ച് കേറും മോളെ. അമ്മച്ചേ, അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി. ജാതി മതമൊന്നും നോക്കണ്ട. തേ വരണുണ്ട്, തരക്കേടില്ല, അത്രേ ഉള്ളൂ. നമുക്കതൊക്കെയല്ലേ കിട്ടുള്ളൂ. അറക്കളം പീലി എന്റെ വല്യപ്പച്ചനാ. നാട്ടുകാർക്ക് ഇദ്ദേഹം തമാശയാ, ലെജൻഡ്, തസ്കര വീരൻ. പക്ഷേ അപ്പനേക്കാളും വലിയ സ്ഥാനത്താ ഞാൻ വെച്ചിരിക്കുന്നത്. ഹീസ് ഗ്രേറ്റ്. എനിക്കറിയാം. നീ ഒന്ന് ഒരുങ്ങി, നമുക്കൊന്ന് പുറത്തു പോവാം. ഒരുങ്ങാന്ന് പറയുമ്പോ ഇച്ചിരി ഓവർ ആയിക്കോട്ടെ. നല്ല പളപളാന്ന് മിന്നുന്ന സാരി, മാലയും വളയും കമ്മലും അരഞ്ഞാണും. അരഞ്ഞാണ് തന്നെ ഞാത്തി ഇങ്ങനെ കുറച്ച് നീണ്ട് കടന്നോട്ടെ. 4 പീപ്പിൾസ് കാണട്ടടി. എന്താ ഒരുങ്ങാന്ന് പറയുമ്പോ എനിക്ക് ഇതേ ഉള്ളൂ. വീട്ടിൽ ചെന്നാലും കൂടിയതൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്ന് തങ്കമണി, സെന്റിമെന്റൽ ആകാതറി. നിന്റെ ഇല്ലാവല്ലാഴികളൊക്കെ അറിയാവുന്ന ഫാലാക്കാരൻ ഭർത്താവല്ലടി ഫുല്ലേ ഞാൻ. നീ വാ. ഇതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചതാ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നിന്റെ ആ കൂട്ടുകാരിയോടാ. ഏത് കൂട്ടുകാരി? ഏലിക്കുട്ടി ഫ്രാൻസിസ്, ഇണ്ടന്തുരുത്തിയിൽ വീട്, ഇരിട്ടി. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്കം. ഞാൻ ആ കത്തങ്ങ് പൊട്ടിച്ചു. അത് വായിച്ചപ്പോഴേ നിന്റെ ലവ് അഫെയർ മനസ്സിലായത്. പിറ്റേന്ന് തന്നെ പോയി ഞാൻ മാലയും സാരിയും മേടിച്ചു. എന്തൊക്കെ ആയാലും മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഐ എം സോറി. സാരല്ല ബേബി ചായ, ഞാൻ ഒരു തെറ്റ് ചെയ്തു. വല്ല കടുത്ത തെറ്റുവാണെങ്കിൽ പറയല്ലേ തങ്കമണി. ആ കാർഗിൽ ഇതൊന്നല്ല. ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇല്ലേ, ഇണ്ടന്തുരുത്തിയിലെ. എവിടെ വീട്? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളില്ലേ? ഏലിക്കുട്ടി ഫ്രാൻസിസ് എന്നൊരാള് ഇരട്ടിയിലെങ്ങുമില്ല. എനിക്കറിയായിരുന്നു എന്റെ പേര് കണ്ട സുഗതം കത്തെടുക്കുമെന്ന്. എടുത്താ അത് ബേബിച്ചാന്റെ കൈ തരും. കൈ കിട്ടിയ ബേബിച്ചാൻ ഇത് പൊട്ടിക്കും. ഞാൻ ആലോചിച്ചപ്പോ എല്ലാം തുറന്നു പറയാൻ ആ ഒരു മാർഗേ ഉള്ളൂ. ഇല്ലാത്തൊരാളുടെ പേരിൽ കത്തയക്കാം. അതൊരു തെറ്റാണോ ബേബിച്ചായ? ഇനി അങ്ങോട്ടുള്ള നിന്റെ കൂടെ എന്റെ ജീവിതം അതൊരു വൻ റിസ്ക് ആണ് തങ്കമണി. അമ്മയെ പോലെ അഭയം തന്ന സ്ത്രീ, ആഹാരം തന്ന സ്ത്രീ, കക്കണം തോന്നിയപ്പോ ആ സ്ത്രീക്ക് തന്നെ പ്രിഫറൻസ്. അത് വളരെ എളുപ്പമാണല്ലോ. ചോദിക്കാനും പറയാൻ ആരുമില്ല, ഒറ്റയ്ക്ക് താമസം. നന്ദി കെട്ട നായ്ക്കൾ. ഇതിനു മുമ്പ് എന്തെല്ലാം ഓടിച്ചോണ്ടാ? തിയേറ്റർ കണക്കെ ഞാൻ നോക്കിയിട്ടില്ല. ഇതുവരെ ഒരു പൈസയും ഞങ്ങൾ അവിടെ എടുത്തിട്ടില്ല. ഇത് പക്ഷേ നിനക്ക് എന്തിനാ നെക്ലസ്? ഗേൾഫ്രണ്ടിന് കൊടുക്കാനോ? ഞാനിത് എടുത്തത് എന്റെ പെങ്ങളുടെ ഒരു ആവശ്യത്തിനാ. പൊന്നിട്ട് നടക്കാനുള്ള ആഗ്രഹം ഒന്നും അവൾക്കില്ല. ഇത് വിറ്റ് കിട്ടുന്ന കാശ് എനിക്ക് വേണം. അവൾക്ക് വേണ്ടിയാണത്. നീ എന്തൊക്കെയാടായി പറയുന്നത്? ഇവന്റെ പെങ്ങളുടെ ചികിത്സയ്ക്ക് ഒരുപാട് കാശ് വേണം. ഇന്നലെ അവന്റെ ബാപ്പ വിളിച്ചിരുന്നു. മറ്റൊരു വഴിയും കാണാനിട്ടാ. മീനാമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ബേബിച്ചായനോട് ചോദിച്ചൂടായിരുന്നോ? ഞാനത് അവനോട് പറഞ്ഞതാ. പോട്ടടാ പൊടിയാ.
ഇതാണ് ബേബിച്ചായൻ. ഇത് ബേബിച്ചായന്റെ ഭാര്യ തങ്കമണി ചേച്ചി. ഞാൻ വീരാൻകുട്ടി. ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടും ഉണ്ട്. നമ്മളെ കുട്ടിയൊക്കെ അഭയം കൊടുത്തേന്. നിങ്ങൾ അവറ്റങ്ങൾ അന്നം മുടക്കിയിട്ടില്ലല്ലോ. അതമാനെ പത്തനാവാ അയ്യപ്പോ വരി വരി ആ എല്ലാവരും വരി. ഇതാരാന്ന് മനസ്സിലായോ? ഇത് ബേബിച്ചൻ, നമ്മളെ പിള്ളേരൊക്കെ. ഇത് ബേബിച്ചന്റെ ഭാര്യ തങ്കമണി. ഞാൻ രാഘവന്റെ അച്ഛൻ പീതാംബരൻ. ഇത് ദീപുവിന്റെ ചേച്ചി അനിയത്തിയ. അച്ഛനും അമ്മയില്ല. എന്താണ് ഇതൊക്കെ? ആരോടൊന്നും പറയാതെ നീയൊക്കെ എങ്ങനെ കളിച്ചും ചിരിച്ചും? ഈ ഗ്രാമം ഗാന്ധിപുരം. സത്യത്തിൽ ഇതൊരു ഗ്രാമമല്ല, സർക്കാർ ഭൂമിയാ. ഞങ്ങൾ കുടിയേറ്റക്കാരും. ഞങ്ങൾക്കും കിടപ്പാടും തൊഴിലൊക്കെ ഉണ്ടായിരുന്നു. ബാലരാമപുരക്കാരെക്കാളും മികച്ചമുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് പട്ടുസാരിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. കൊല്ലങ്കോടിനടുത്ത് ഗ്രാമപുരം, അതായിരുന്നു ഞങ്ങളെ ഗ്രാമം. അതിസമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തൃപ്തരായി പട്ടിണി കൂടാതെ ജീവിച്ചു പോകുന്നവരായിരുന്നു ഞങ്ങൾ, അയാൾ വരുന്നത് വരെ. ആരാ അയാള്? കുണ്ടുകുഴി ഈപ്പൻ, ഇപ്പോഴത്തെ മലയിലെ ഈപ്പൻ. ബാക്കി അറിയാം. എല്ലാരും കൂടെ ലോൺ എടുത്ത് നെയ്ത്തുശാല തുടങ്ങുന്നു. ഈപ്പൻ ചതിക്കുന്നു. ചതിച്ചത് ഈപ്പൻ മാത്രമല്ല സാറേ. ഈപ്പനേക്കാൾ ഞങ്ങൾ അന്ന് വിശ്വസിച്ചത് കുട്ടപ്പനെ, അറക്കളം കുട്ടപ്പനെ. എന്താ സാറേ? ചതിച്ചത് ഈപ്പനാണെന്ന് പറഞ്ഞൊഴിയാൻ കുട്ടപ്പന്റെ മകന് അവകാശമില്ല. അറക്കളം കുട്ടപ്പന്റെ മകനാണ്. അപ്പന്റെ പാപം മകൻ വഹിച്ചേ പറ്റൂ. കുട്ടപ്പൻ തന്നെയാ ഞാൻ. അങ്ങനെ നോക്കുമ്പോ നിങ്ങളെ ചതിച്ച ഞാനാ. അതുകൊണ്ട് ഞാൻ തന്നെ അതിനൊരു പരിഹാരം കാണും.